ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ശരാശരി ഒരു മാസം 1/2 ഇഞ്ച് വരെ മുടി നീട്ടം വെക്കുകയെ, ഒരു വർഷം കൊണ്ട് ഏകദേശം ഒരു 6 ഇഞ്ച് വരെ നീളം വെക്കുമെന്നാണ് പറയപ്പെടുന്നത്. മുടിവേരിൽ നിന്നാണ് മുടി വളരുന്നു എന്നത് കൊണ്ട് തന്നെ ഇത്തരം ജൈവ പ്രക്രിയയെ മുടി വെട്ടുന്നത് ബാധിക്കുന്നതേ ഇല്ലേ. എന്നാൽ നമ്മുടെ മുടിയുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും കാഴ്ചയ്ക്കും നമ്മുടെ മുടിയുടെ തുമ്പ് മുറിച്ച് കൊടുക്കുന്നത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നമ്മൾ മുടി മുറിച്ച് കൊടുക്കുന്നത് മുടിയുടെ അറ്റം വിണ്ടുകീറുന്നത് തടയാനും അതുപോലെ തന്നെ മുടിയുടെ സ്വാഭാവിക ഘടന നിലനിർത്താനും സഹായിക്കുകയെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആരോഗ്യമുള്ള വ്യക്തിക്ക് ഒരു മാസം 1/2 ഇഞ്ചായിരിക്കും മുടി വളരുന്നത്. അത് ഒരു വർഷത്തേക്കാകുമ്പോൾ അത് 6 ഇഞ്ച് വരെ വളരുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ മുടി ഇങ്ങനെ വളരുന്നതിനനുസരിച്ച് നമ്മുടെ മുടിയുടെ തുമ്പ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. മുടി വളരുന്നതിനനുസരിച്ച് മുടിയുടെ കനം കുറയാനും മുടി ചിലപ്പോൾ പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്നതിനോടൊപ്പം അധികം ആൾക്കാർക്കും വരുന്ന പ്രശ്നമാണ് മുടി വിണ്ട് കീറി പിളർന്നു പോകുന്നത്. ഇത് തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇടവേളകളിൽ മുടി കട്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യേ. നമ്മുടെ മുടി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തില്ല എങ്കിൽ ഇത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കുകയും അതുപോലെ തന്നെ മുടിയുടെ കട്ടി കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യുകയും നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ മുടിയുടെ ഉള്ളൊക്കെ കുറഞ്ഞിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ചില ആൾക്കാർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റും, മുടിയുടെ തുമ്പെന്ന് പറയുന്നത് കയറി ഇറങ്ങി കിടക്കും. അതായത് വേലി കയറ്റവും വേലി ഇറക്കവും പോലെ കയറി ഇറങ്ങി കിടക്കും. അപ്പോൾ അതൊന്ന് നമ്മൾ സ്ട്രെയിറ്റ് ചെയ്ത് വെട്ടിക്കഴിഞ്ഞാൽ അത് നല്ല ഭംഗിയിൽ നമ്മുടെ മുടി നല്ല ആരോഗ്യത്തിന് നല്ല ഭംഗിയിൽ കിടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുവേ. ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ നമ്മുടെ മുടിയുടെ ആരോഗ്യം നല്ല രീതിയിൽ ഉണ്ടാകണം. അപ്പോൾ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന, അതായത് നമ്മുടെ മുടിയുടെ വളർച്ചയെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മൾ കഴിക്കേണ്ട, അതായത് നമ്മൾ ഇൻടേക്കായിട്ട് ഓരോ ദിവസം എടുക്കേണ്ട കാര്യങ്ങൾ, വൈറ്റമിനും പ്രോട്ടീനും മിനറൽസ് എല്ലാം നമ്മൾ കഴിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും കഴിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. മുടി നേർത്ത് വരുന്നു, മുടി പൊഴിഞ്ഞു പോകുന്നു, മുടി പൊട്ടിപ്പോകുന്നു, അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് വരുന്നു. അപ്പോൾ ഇതിനെല്ലാം സഹായിക്കുന്ന, അതായത് ഇതിനെല്ലാം തടയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന വൈറ്റമിനുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് പേർക്ക് വരുന്ന ഒരു സംശയമാണല്ലേ, നമ്മുടെ മുടിയുടെ നീളം കൂട്ടാനും വണ്ണം വർദ്ധിപ്പിക്കാനും കട്ടി കൂട്ടാനും ഉള്ളു കൂട്ടാനും എല്ലാം നമുക്ക് ഏത് എണ്ണയാണ് നല്ലതെന്ന്. പൊതുവേ നമ്മളെ മലയാളികൾക്കുള്ള ഒരു സംശയമാണ് മുടിയിൽ ഏത് എണ്ണ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി വളരുമെന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ചെടി നട്ടിട്ട് അതിൻ്റെ മൂട്ടിൽ വെള്ളം ഒഴിക്കും പോലെ അല്ല കേട്ടോ നമ്മുടെ മുടി വളരുന്നത്. അത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ മുടി വളരണമെങ്കിൽ നമ്മൾ തലയിൽ മാത്രം നല്ല രീതിയിൽ ഹെയർ കെയർ ചെയ്താൽ പോരാട്ടോ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന പ്രധാനപ്പെട്ട വൈറ്റമിനുകളും മിനറൽസും ബാക്കി പ്രോപ്പർട്ടീസൊക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ കുഞ്ഞിലെ അത് ശീലിച്ചാൽ മാത്രമേ നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്താൽ കാണണം കേട്ടോ നിങ്ങൾ ഈ വീഡിയോ. ആദ്യത്തെ നമ്മുടെ വൈറ്റമിൻ ഡി ആണേ. ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. മുടി കൃത്യമായി വളരുന്നില്ല, പ്രത്യേകിച്ച് മുടി ഇത്ര ശതമാനം വളരണമെന്നുണ്ട് കേട്ടോ. ഇത് കൃത്യമായി നടക്കണമെങ്കിൽ നമ്മുടെ വൈറ്റമിൻ ഡി കൂടിയേ തീരും. നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ ഗ്രോത്ത് കുറയും, മുടിയുടെ ആരോഗ്യം കുറയും, മുടിയുടെ കട്ടി കുറയും, അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകും. അപ്പോൾ ഇതൊക്കെ നമ്മൾ തടയണമെങ്കിൽ നമ്മുടെ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ നോർമൽ ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പം കറക്റ്റ് നോർമൽ അളവിൽ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഹെയർ ഫോളിക്കിളുകൾ നല്ല രീതിയിൽ നമ്മളുടെ മുടിയെ ഗ്രോത്തിന് സഹായിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ വൈറ്റമിൻ ഡി നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണത്തിൽ നിന്നും നമ്മുടെ സൂര്യപ്രകാശത്തിൽ നിന്നുമാണ് കേട്ടോ. നമ്മൾ കഴിക്കുന്ന പച്ചക്കറിയിൽ ധാരാളമായിട്ട് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ D3 കിട്ടണമെങ്കിൽ മുട്ട, പാല്, മത്സ്യങ്ങൾ, കൂൺ ഇവയൊക്കെ ധാരാളം കഴിക്കണമെങ്കിൽ എങ്കിൽ നമുക്ക് വൈറ്റമിൻ D3 കിട്ടും. അതുപോലെ തന്നെ നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്ന് വൈറ്റമിൻ ഡി ധാരാളം കിട്ടുക. ചെറുപ്പക്കാർക്കോ കുഞ്ഞുങ്ങളിലോ ഗ്രോത്ത് സ്റ്റേജിൽ അമിതമായിട്ട് മുടി കൊഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ വൈറ്റമിൻ ഡി ആണേ. അതായത് നമ്മുടെ ശരീരത്തിനകത്തുള്ള കൊഴുപ്പിന്റെ രൂപത്തിലാണ് വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ സ്വയം ചെന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വൈറ്റമിൻ ഡി ഗുളിക വാങ്ങിച്ച് കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് കൂടാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ നമ്മൾ വൈറ്റമിൻ D3 അല്ലെങ്കിൽ വൈറ്റമിൻ ഡി കഴിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ് കേട്ടോ. ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് 600 ഇന്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി ഒരു ദിവസം വേണമെന്നാണ് പറയുന്നത്. അതേസമയം പ്രഗ്നൻസിയിലാണെങ്കിൽ അത് ചിലപ്പോൾ 700 ഇന്റർനാഷണൽ യൂണിറ്റ് വരെ പോകാനും ചാൻസ് ഉണ്ട്. അടുത്ത നമ്മുടെ വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ബി കോംപ്ലക്സ് ആണ്. അപ്പോൾ ഈ കാറ്റഗറിയിൽ പെടുന്നത് ഒരു കൂട്ടം ബി വൈറ്റമിനുകളാണ്. വൈറ്റമിൻ B1, B2, B3, B5, B7, B9, B12. അപ്പോൾ ഈ വൈറ്റമിൻ എല്ലാം, ഈ ബി കോംപ്ലക്സ് വൈറ്റമിൻ എല്ലാം നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്.
നമ്മുടെ വൈറ്റമിൻ B7 എന്ന് പറയുന്നത് ബയോട്ടിൻ ആണെന്ന് എല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ബയോട്ടിൻ കുറവുണ്ടെങ്കിലും നമ്മുടെ മുടി കുറഞ്ഞു പോകും. അതായത് വൈറ്റമിൻ B7 കുറഞ്ഞാലും നമ്മുടെ മുടി കൊഴിയാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഡോക്ടറിനെ കാണാൻ പോയാലും നമ്മൾ ഡോക്ടർ കൺസൾട്ട് ചെയ്യുമ്പോഴും അവർ തരുന്നത് വൈറ്റമിൻ B7 ആണ്, അതായത് ബയോട്ടിൻ ആയിരിക്കും തരുന്നത്. സാധാരണ സ്ത്രീകളിൽ മുടി കൊഴിച്ചിൽ വരുന്നത് നമ്മുടെ വൈറ്റമിൻ B7 ബയോട്ടിൻ്റെ കുറവ് മൂലം തന്നെയാണ്. അതായത് സ്ത്രീകളിൽ ഒരു 38% മുടി കൊഴിയുന്നതും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. നമ്മുടെ ഹോർമോണൽ ചേഞ്ചസിനെ കൺട്രോൾ ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയെ കൂട്ടാനും മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എല്ലാം വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ വൈറ്റമിൻ B7 ആണ്. നമ്മുടെ വൈറ്റമിൻ B ധാരാളം അടങ്ങിയിട്ടുള്ളത് മുട്ട, ഇറച്ചി, അവകാഡോ, കൂണ്, പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ, നട്ട്സ്, സീഡ്സ് എന്നിവയിലേക്കാണ് കേട്ടോ. ഈ പറഞ്ഞ സാധനമെല്ലാം നമ്മൾ ഭക്ഷണത്തിൽ ദിവസവും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കൂടാതെ മുടി വളരാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് ബീഫിന്റെ കരളൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. വൈറ്റമിൻ B ധാരാളം ഉണ്ട്. അടുത്ത വൈറ്റമിൻ എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റമിൻ E ആണ്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വൈറ്റമിൻ Eക്ക് കഴിവുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. എന്തെങ്കിലും അസുഖം വന്നിട്ട് അത് മാറുമ്പോഴേക്കും മുടി ധാരാളമായിട്ട് കൊഴിഞ്ഞു പോകുന്നു. ഇങ്ങനെ ഉണ്ടാവും നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ അല്ല എങ്കിൽ നീർക്കെട്ട് കൊണ്ടാണ് കേട്ടോ. ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വൈറ്റമിൻ E ധാരാളം വേണം നമ്മുടെ ശരീരത്തിൽ. നമ്മുടെ മുടിയുടെ ഗ്രോത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, തലയോട്ടിയിലേക്കുള്ള രക്തയോട്ടം, അതായത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും വൈറ്റമിൻ E സഹായിക്കും. അതുപോലെ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ അസുഖങ്ങളെല്ലാം ചെറുക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ധാരാളം അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ഒലീവ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, മത്തങ്ങ സീഡ്സ്, നട്ട്സ്, ക്യാപ്സിക്കം എന്നിവയിലേക്കാണ്. അപ്പോൾ ഇതൊക്കെ ധാരാളം കഴിച്ചാൽ നമുക്ക് വൈറ്റമിൻ E ധാരാളമായിട്ട് കിട്ടും. അടുത്തത് നമ്മുടെ വൈറ്റമിൻ A ആണ്. നമ്മുടെ മുടിയുടെ ആരോഗ്യം നിലനിർത്താനും മുടി പൊട്ടിപ്പോകുന്നത് തടയാനും മുടി ഊരിപ്പോകുന്നത് തടയാനും വേണ്ടിയിട്ടെല്ലാം നമ്മുടെ വൈറ്റമിൻ A സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ തലയോട്ടിയിലെ എണ്ണമയം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ വൈറ്റമിൻ A ആവശ്യമാണ്. അതായത് നമ്മുടെ സ്കാൽപ്പിൽ യഥാർത്ഥത്തിൽ ഒരു സെബോ ഉണ്ടെന്നറിയാം, അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സെക്രീഷൻ ഓയിൽ ഉണ്ടെന്നറിയാം. അതിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ വൈറ്റമിൻ A. അപ്പോൾ ഈ ഓയിലിൻ്റെ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈറ്റമിൻ A കറക്റ്റ് അളവിൽ നമ്മുടെ ശരീരത്തിലുണ്ടായിരിക്കണം. വൈറ്റമിൻ A ധാരാളം അടങ്ങിയിട്ടുള്ള നമ്മുടെ ഇലക്കറികൾ, ക്യാരറ്റ്, മുട്ട, ഇറച്ചി, മീൻ എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ധാരാളം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റമിൻ A ധാരാളം നമ്മുടെ ശരീരത്തിലെത്തുവേ. ലാസ്റ്റ് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ വൈറ്റമിൻ C ആണ്. നമ്മുടെ വൈറ്റമിൻ C മുടിയുമായുള്ള ബന്ധം പലർക്കും അറിയില്ല. നമ്മുടെ വൈറ്റമിൻ C ആണ് മുടിയുടെ കട്ട പിടിക്കുന്നത്, അതായത് ജട വരുന്നത് തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് വൈറ്റമിൻ C ആണ്. അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയെ സഹായിക്കുന്ന കെരാറ്റിൻ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ വൈറ്റമിൻ C ആവശ്യമാണ്. നമ്മുടെ വൈറ്റമിൻ C ധാരാളം അടങ്ങിയിട്ടുള്ളത് ബ്രൊക്കോളി, പേരയ്ക്ക, ക്യാപ്സിക്കം, ഓറഞ്ച് എന്നിവയിലൊക്കെ നമ്മുടെ വൈറ്റമിൻ C ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ വൈറ്റമിൻ എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അത് കുഞ്ഞിലെ തന്നെ നമ്മൾ ശീലിക്കുകയും വേണമെങ്കിൽ നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടെ നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മസ്റ്റായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.